യുദ്ധങ്ങളും പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകയറിയുള്ള ഭീകരവാദവുമെല്ലാം അതിജീവിച്ച ഒരു ഇൻഡോ പാക് കരാറിനാണ് കഴിഞ്ഞ ദിവസം അന്ത്യമായത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പകരമായാണ് പാകിസ്ഥാനുമായുള്ള ഇൻഡസ് നദീജല കരാർ ഇന്ത്യ ഏപ്രിൽ 23-ന് അവസാനിപ്പിച്ചത്. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കുകയും പാകിസ്ഥാനി പൗരന്മാരുടെ വിസ റദ്ദാക്കുകയും ഇന്ത്യയിൽ നിന്ന് നിരവധി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ഉൾപ്പെടെയുള്ള നയതന്ത്ര നടപടികളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന നീക്കമാണ് ഇൻഡസ് നദീജല കരാർ അഥവാ IWTയുടെ സസ്പെൻഷൻ. 1960 സെപ്റ്റംബർ 19-ന് കറാച്ചിയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. 9 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ. ഇൻഡസിൽ നിന്ന് 6 നദികളാണ് ഉത്ഭവിക്കുന്നത്. അതിൽ കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയിൽ നിന്ന് ഇന്ത്യക്കും സിന്ധു, ഥലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ വെള്ളം പാകിസ്ഥാനും എന്ന നിലയിലായിരുന്നു കരാർ. കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള 2 രാജ്യങ്ങൾക്കും ഈ കരാർ വളരെ പ്രധാനമായിരുന്നു, പ്രത്യേകിച്ചും പാകിസ്ഥാന്. പോഷക നദികൾ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യൻ പ്രദേശങ്ങളിലൂടെ താഴേക്കൊഴുകിയാണ് പാകിസ്ഥാനിലെത്തുന്നത്. ലോവർ റൈപ്പേറിയൻ അഥവാ നദികൾ വന്ന് അവസാനിക്കുന്ന രാജ്യമായതിനാൽ ഈ കരാർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനവുമായിരുന്നു. സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളിൽ നിന്നുള്ള മൊത്തം ജലപ്രവാഹത്തിന്റെ 80% ലഭിക്കാൻ പാകിസ്ഥാനെ സഹായിക്കുന്നത് IWT കരാറാണ്. ഈ വെള്ളമാണ് പാകിസ്ഥാൻ പ്രവിശ്യകളായ പഞ്ചാബിലും സിന്ധിലും കൃഷിക്കും ജലസേചനത്തിനും ഉപയോഗിക്കുന്നത്. പാകിസ്ഥാന്റെ കാര്യത്തിൽ പഞ്ചാബിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലാണ് പാകിസ്ഥാന്റെ കൃഷിയുടെ 85% നടക്കുന്നത് എന്നതാണ് ആ പ്രാധാന്യം. പാകിസ്ഥാന്റെ ഖജനാവിലേക്കുള്ള ഏകദേശം 25% സംഭാവന ചെയ്യുന്നതും ഗ്രാമീണ ജനസംഖ്യയുടെ 70%ന്റെ വരുമാന മാർഗവും കൃഷിയാണെന്നതും ഈ കരാറിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനിന് സിന്ധു നദികളിൽ നിന്നുള്ള ജലപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് കൃഷിയെ ബാധിക്കുകയും ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാവുകയും ചെയ്യും. IWT കരാർ പ്രകാരം നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതൊന്നും ഇന്ത്യക്ക് നിർമ്മിക്കാനാകില്ല. എന്നാൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ അത്തരം ബാധ്യതകളൊന്നും ഇന്ത്യക്ക് മേലിനി ഉണ്ടാകില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്നും ഇന്ത്യക്ക് പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തടയാൻ സാധിക്കില്ല. സിന്ധു നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം തടയുന്നതിനോ സ്വന്തം ഉപയോഗത്തിനായി വഴിതിരിച്ചു വിടുന്നതിനോ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ഇന്ത്യക്കില്ല എന്നതാണ് അതിന് കാരണം. പരമാവധി ജലത്തിന്റെ ഒഴുക്ക് 5 മുതൽ 10% വരെ കുറയ്ക്കാനേ ഇന്ത്യക്ക് സാധിക്കും. ഇനിയിപ്പോൾ വലിയ ജലസംഭരണികൾ ഈ നദികളിൽ നിർമ്മിക്കണമെങ്കിൽ തന്നെ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പരിസ്ഥിതിതല ആഘാതവും ആ നടപടിക്ക് വിലങ്ങുതടിയായേക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ നടപടി പാകിസ്ഥാന് പെട്ടെന്നൊരു തിരിച്ചടി നൽകില്ല. പകരം ഒരു ഭയത്തിന്റെ നിഴൽ പാകിസ്ഥാന് നൽകുകയാണ് ഇതിലൂടെ ഇന്ത്യ ചെയ്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ.